വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ഒരു ടെൻഷനായിരിക്കും നേരം വിളക്കും ഇന്ന് എന്ത് കറി വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മുത്തൂറ്റിൻ്റെ പരസ്യം ഓർമ്മ വന്നത് കേട്ടോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ നാട്ടിൽ തേടി നടപ്പ് വന്നു. അപ്പോൾ ഒറിജിനൽ ഗോൾഡ് ഒന്നും അല്ലെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇവനൊരു ഗോൾഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പപ്പായനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിന്നൊരു പപ്പായ തോരനാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറയുന്ന പോലെ ചെറിയൊരു മധുരമുള്ള പപ്പായ തോരൻ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ നല്ലതായിരിക്കും കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ നമ്മൾ പപ്പായ നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അരിഞ്ഞതിന് ശേഷം കഴുകാൻ പാടില്ല എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ വയറിൻ്റെ സേഫ്റ്റീനെ മാനിച്ച് നമുക്ക് കുറച്ച് നേരം ഈ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പപ്പായക്ക് കുറച്ച് പശ കൂടുതലാണ്. കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല പണി തരാറുണ്ട്. പക്ഷേ പപ്പായ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമ്മൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്ത് നമ്മളിന്ന് ക്യാബേജ് വെക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ പപ്പായ തോരൻ വെക്കുന്നത്. അപ്പോൾ അതേ ഉഴുന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മുടെ വേപ്പില, കറിയിലെ മെയിൻ താരം വേപ്പിലയാണ്. നമ്മൾ എന്താ പറയുക, കറിവേപ്പില പോലെ വലിച്ചെറിയാന്ന് പറയുന്നു, നമ്മളൊരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ നമ്മൾ കറിയിൽ നിന്ന് എടുത്ത് കളയാറൊക്കെ ഉണ്ട്. പക്ഷേ കറിയിലതില്ലെങ്കിൽ എന്താ പറയുക, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയെന്ന് പറയുന്നൊരു ഫീലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് കഴുകി വെച്ചിരിക്കുന്ന പപ്പായയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, വെന്ത് വരുന്ന സമയത്ത് വെള്ളം ബാലൻസ് ആയി പൊക്കോളും. അങ്ങനെ ദേ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചതച്ചത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതിനിടയിൽ ഉപ്പിടണം, ഉപ്പിടാൻ മറന്നു പോരുത്. നല്ല ചതച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ ഈ തോരൻ തനിയായാലും കഴിച്ചാലോ വയറ് നല്ല ഫില്ലായിരിക്കാൻ നല്ലതാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുള്ള നമ്മുടെ പപ്പായ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.